ആ മലയാളി പ്രൊഡ്യൂസറിനോട് വരാൻ പറയട്ടെ. വരാൻ പറയും. അവിടെ നിന്നാലും ഇങ്ങനെ അകത്തേക്ക് വാ. ക്രിസ്മസ് ട്രീ അലങ്കരിച്ച പോലെ ഇതാണ് നടി. നമസ്കാരം മാഡം, ഇവരുടെ എന്താ മലയാളം പ്രൊഡ്യൂസേഴ്സ്. നമസ്കാരം. ഉക്കാരുങ്ക. നമസ്കാരം നമസ്കാരം. അവിടെ നിന്നാ മതി. ഞാനും മലയാളിയാ. ആണോ? അയ്യോ, നാട്ടിലെവിടെയാ? ഈരാറ്റുപേട്ട. ഓ, ഈരാറ്റുപേട്ട. തമിഴിലും തെലുങ്കിലെയും ഒട്ടുമിക്ക ഹീറോസും ദാ ഈ മാഡത്തിന്റെ പുറകെയാ. ഹിന്ദിയിലെ ഖാൻമാര് മാറി മാറി വിളിയാ. എന്തിന്? ഓരോ ഖാൻമാർക്ക് വേണ്ടി ഓരോരോ ഫോണാ ഞാൻ കെട്ടിയെടുത്തോണ്ട് പോണത്. കണ്ടില്ലേ? മാഡത്തിനെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ. അംജദ് ഖാനും അത്രല്ലേ പറ്റൂ. അല്ല, ഐറ്റം ഡാൻസ് ആണോ സിനിമയാണോ? സിനിമ. ടൈറ്റിൽ ഉടുമ്പ് പിടിച്ച നീരാളി അഥവാ നീരാളി പിടിച്ച ഉടുമ്പ്. ഓ, ഏത് ടൈപ്പ് ഫിലിമാണെന്ന് ടൈറ്റിൽ കേട്ടിട്ട് ജഡ്ജ് ചെയ്യാനേ പറ്റുന്നില്ല. അത് പിന്നെ പുണ്യ ചിത്രമാണ്. അതെ, പുണാര. ഓ, ഗുഡ് 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 ഗുഡ്. വാട്ട് ഇസ് ദാറ്റ്? ചാക്ക്. ചാക്കാ? ചാക്ക്. പക്ഷേ ചാക്കിനകത്ത് പൈസ റെമ്യൂണറേഷൻ. ഓ, കാശ് കറക്റ്റ് ആയിട്ട് തന്ന ഡേറ്റും കറക്റ്റ് ആയിട്ട് തരും. അതൊക്കെ തരും മാഡം, അതൊക്കെ കൃത്യമായിട്ട് തരും. എന്നാ ഇനി സബ്ജക്റ്റ് കേൾക്കാം. ഓക്കെ, ഇതിന്റെ ഒരു സബ്ജക്റ്റ് എനിക്ക് കുറച്ച് ഇത്തിരി വെള്ളം കുടിക്കാൻ കിട്ടും. ജ്യൂസ് കൊണ്ടുവന്ന് കൊടുക്കും. എനിക്ക് ആയിക്കോട്ടെ. സബ്ജക്റ്റ് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതൊരു ഉടുമ്പ് നീരാളി ഉടുമ്പിനെ പിടിക്കുന്നതാണ് ഫസ്റ്റ് സീൻ. അതെങ്ങനെയാണെന്ന് ചോദിച്ചാ, ഇപ്പോ മാഡം ഒരു ഉടുമ്പാണെന്ന് സ്വയം അങ്ങോട്ട് സങ്കല്പിച്ചു. മാഡം സങ്കല്പിച്ചു. നീ ഒന്ന് പിടിച്ചേ. നമ്മള് ആദ്യത്തെ സീനിൽ തന്നെ ഇതിങ്ങനെയാണ് തുറന്നു പിടിക്കും. എന്നിട്ട് ഇതിങ്ങനെ അങ്ങോട്ട് എടുത്ത് തലയിലേക്ക് കമുത്തും. മനസ്സിലായ? അന്ന് അവര് വെറും പിച്ചക്കാരിയായിരുന്നു. പേര് റസിയ. ഞാൻ അവരെല്ലാരും അറിയുന്ന മല്ലികയാക്കി മാറ്റിയത്. വേഗം ഈ ജ്യൂസ് കൊണ്ട് കൊടുക്കേ. ശരി. എവിടെ പോയി? കാണുന്നില്ലല്ലോ. ഇനി 3 പേരും കൂടി ഒരുമിച്ച് ബാത്റൂമിൽ പോയോ? മാഡം, അയ്യോ മാഡം, ദൈവമേ, ഇതെവിടെ പോയി? തള്ളയുടെ ഏത് ഭാഗം നിന്റെ കയ്യിൽ? ഈ ശവം കണ്ട് പിച്ചക്കാരിയായിരുന്നു. ഏത് നേരം ആളിങ്ങനെ ഇരിക്കണമെങ്കിൽ ഒടുക്കത്തെ ബോൺവെയിറ്റ്. ഇത് ബോൺവെയിറ്റ് ഒന്നുമില്ല, അവളുടെ ഹെഡ് വെയിറ്റാ. വിളിക്കണ SP. ഹലോ, വിളിച്ച് പറയണേ നിന്റെ മറ്റേവനോട് ഞാൻ നിന്നെ കിഡ്നാപ്പ് ചെയ്തിരിക്കണെന്ന്. അയ്യേ, ഇത് തലയല്ലേ? അയ്യോ, നീ ഇവിടെ തല കുത്തിയാണ് നിർത്തിയിരിക്കുന്നത്. അയ്യോ, സോറി. സബ്സ്ക്രൈബർ, 1 മിനിറ്റ് ഹോൾഡ് ചെയ്യണേ. മാഡം, തലയെവിടെ? ഹലോ, പ്ലീസ് കം ഔട്ട്. സംസാരിക്കേ. ഹലോ, ദേവാരം, എന്നെ രക്ഷിക്കേ. ഇവരെന്നെ കിഡ്നാപ്പ് ചെയ്തു. എന്നെ കൊല്ലും. ഹലോ, മുയലാടാ സിംഹം. ഡിമാൻഡ് പഴയത് തന്നെ. ജോണിയുടെ മിസ്സിംഗ്. 24 മണിക്കൂർ സമയം തരുന്നു. ആലോചിച്ചൊരു തീരുമാനം എടുക്ക്. നിന്റെ SP. അയ്യോ. ஹலோ ஹலோ. நாகமலை பக்கத்துல டவர். இங்க இருந்து 35 கிலோமீட்டருக்குள்ள ஒரு திக் ஃபாரஸ்ட். அதுக்குள்ள ஒரு பேப்பர் ஃபேக்டரி சார். டேய் மாணிக்கம், മാഡം, എക്സ്ക്യൂസ് മീ. മാഡത്തിന്റെ തല മുതൽ കാലുവരെ എല്ലാം ഒറിജിനലാണ്, ഡ്യൂപ്ലിക്കേറ്റ് ആണ്? എല്ലാം ഒറിജിനലാണ്. വേറൊന്നുമല്ല, വെച്ച് കെട്ടിയ സാധനങ്ങളാണെങ്കിൽ ഡാൻസ് കളിക്കുമ്പോൾ തെറിച്ചു പോകുന്ന അറിയാൻ വേണ്ടി ചോദിച്ചല്ലേ.
ചന്ദ്ര പ്ലീസ് എന്നെ ദയവ് ചെയ്ത് പോവാൻ അനുവദിക്കുക. മാറടി ഇവിടുന്ന്. നീ എന്തടി വിചാരിച്ചത്? ഒരു ചുമല നിക്കറ് വിട്ട് ഒരു ഉമ്മയും തന്ന അലിഞ്ഞു പോകുന്നവനാണ് ചന്ദ്രൻ എന്ന് വിചാരിച്ചോ? അതൊക്കെ നിന്റെ സിനിമയില്. ഇത് ജീവിതമാ. കൈമുടക്കി ഞാനൊന്നും അവിടെ തന്നാണ്ട് നോക്കിക്കോട്ടോ, നിന്നെ കാലം പാമ്പ് കടിച്ച് നീ ചത്തു പോകും. നിന്റെ തലയിൽ ഇടുക്കി വീഴും. നോക്കിക്കോ നിന്നെ. എടാ ഇത് സാധനം ലോക്കലാടാ, പെയിന്റ് അടിച്ചിറക്കിയിരിക്കുന്നതാ. ബസ് സ്റ്റാൻഡ് അമ്മണിയാണത്. ബോംബാ വാങ്ങടാ. എന്തത്? തൊട്ടപ്പുറത്ത് പാകിസ്ഥാനാണോ? അവിടുന്ന് തോന്നുന്നു. എന്തൊരു ഭയങ്കര ശബ്ദമാ കേട്ടത്. ശരിയാ, ഇടി വെട്ടിയതുപോലെയാ കേട്ടത്. ഇടിവെട്ടിയതല്ല, ദാ വെടിപൊട്ടിയതല്ലേ? ഉയ്യോ, നീയത് പറഞ്ഞപ്പോഴാ അകത്തുള്ള ഒരാളുടെ കാര്യം ഓർമ്മ വന്നത്. വേഗം വാ. ഓ. അയ്യോ, എവിടെ? രണ്ട് സ്റ്റൂള് മാത്രം. അവളെവിടെ? അവള് പോയി. എവിടേക്ക്? രണ്ടു ബോംബും കൂടി ഒരു സ്ഥലത്ത് പറ്റില്ലല്ലോ. എന്ത് ചെരുപ്പെങ്കിൽ ചെരുപ്പ് അവിടെ കിട്ടിയില്ലെങ്കിലും വേണ്ട. എന്താ വേണ്ടത്? എന്നാ വേണ്ട. ഓ